വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കെല്ലാം ഇപ്പോഴും അറിയാം, എപ്പോഴും കലാകായിക രംഗത്ത് വളരെയധികം മികച്ച നടനായിരുന്നു പ്രേം നസീർ. അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസ് അന്തരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു മരണം. അദ്ദേഹം വൃക്ക സംബന്ധമായ രോഗങ്ങളാൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് അദ്ദേഹം ചികിത്സ നേടിയിരുന്നത്. പിന്നീട് അസുഖം കൂടുകയും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി അദ്ദേഹം ഒരു 11:30 മണിയോടുകൂടി അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് അവിടുന്ന് അപ്പോൾ തന്നെ വഴുതക്കാടുള്ള ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോവുകയും, പക്ഷേ ആരെയും കാണാൻ വീട്ടുകാർ അനുവദിച്ചില്ല. മീഡിയക്കാരായാലും അല്ലെങ്കിൽ മറ്റുള്ളവരെ, വളരെ അടുത്ത ബന്ധുക്കളെയൊക്കെ മാത്രമേ വീട്ടിനകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് രാവിലെ തന്നെ എന്നിട്ട് പിന്നെ എല്ലാവരെയും കാണാനും പൊതുദർശനത്തിന് വെക്കാനും ഒക്കെ ഒരുങ്ങി. അങ്ങനെ എല്ലാവരും കലാകായിക രംഗത്തുള്ള എല്ലാവർക്കും കാണാൻ അവരവസരം ഒരുക്കിയിരുന്നു. 50-ലേറെ പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തമിഴ് സിനിമകളിലടക്കം അദ്ദേഹം അഭിനയിച്ചു. വില്ലൻ റോളുകളായാലും വളരെ നല്ലതുപോലെ അഭിനയിച്ച ഒരു മനുഷ്യനാണ്. നവാസിക്കയുടെ മരണം തന്നെ കേരളത്തെ ഓരോ മലയാളികളെയും വളരെയേറെ വേദനിപ്പിച്ചു. അതിൽ നിന്നും ഇപ്പോഴും ഓരോരുത്തരും പഴയതിലേക്ക് വന്നിട്ടില്ല. കാരണം വിശ്വസിക്കാനാകാത്തൊരു മരണമായിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ മരണം. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇദ്ദേഹത്തിനും വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥതയായിട്ട് പ്രാർത്ഥിക്കാം. ഇദ്ദേഹത്തിന് സ്വർഗത്തിലൊരു പൂങ്കാവനം തന്നെ അള്ളാഹു നേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ നമ്മളെ കൊണ്ട് പറ്റൂ, അല്ലേ? നമ്മൾ ഓരോ മലയാളികളുടെയും ഓരോ പ്രാർത്ഥനയായിരിക്കാം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെല്ലുന്നത്. ആരുടെ പ്രാർത്ഥനയെ ദൈവം സ്വീകരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കും അവരുടെ വിഷമത്തിൽ നമുക്കും പങ്കുചേരാം.